ഡി രാജ CP ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഇന്നലെ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പ്രതിനിധികൾ ആവശ്യമുന്നയിച്ചത്. 75 വയസ്സ് പ്രായപരിധി നിർബന്ധമാക്കിയത് ഡി രാജയ്ക്കും ബാധകമാണെന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്വയം പിന്മാറാൻ രാജ വിസമ്മതിച്ചതോടെ തീരുമാനം പാർട്ടി കോൺഗ്രസിന് വിട്ടു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ചണ്ഡീഗഡിൽ നിന്ന് ശരത്ലാൽ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശരത്ലാൽ, ഈ സ്വയം പിന്മാറാൻ രാജ വിസമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ തീരുമാനം പാർട്ടി കോൺഗ്രസിലേക്ക് പോയേക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി തുടർ നടപടികൾ? അഞ്ജലി, തുടർ നടപടികൾ എന്നത് CPI സംബന്ധിച്ചുള്ള തുടർ ചർച്ചകൾ നടക്കുകയും ഒരു സമവായത്തിലേക്ക് എത്തുകയും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഡി രാജയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഈ നിലവിലുള്ള ഈ സമയത്ത് അദ്ദേഹം മാറി നിൽക്കുന്നത് വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചടിയാവുമെന്നൊരു വിഭാഗം കരുതുന്നത് കൊണ്ടാണ് രാജ പിന്മാറാൻ തയ്യാറാവുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ കേരള ഘടകമടക്കമുള്ള ദേശീയ എക്സിക്യൂട്ടീവിലെ നേതാക്കൾ വളരെ വ്യക്തതയോടെ പറഞ്ഞു, ഭരണഘടനാപരമായി ഉള്ള 75 വയസ്സ് എന്നുള്ളത് ഇളവ് നൽകുന്നത് നല്ല പ്രവണതയല്ല. കേരളത്തിൽ പോലും പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ C. ദിവാകരൻ, K. ഇസ്മായിൽ തുടങ്ങിയ നിരവധി പേർ ഈ ഭരണഘടന അനുസരിച്ച് പാർട്ടിയുടെ പ്രാഥമിക ഘടകങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഡി രാജയ്ക്ക് മാത്രം ഒരു ഇളവ് അനുവദിക്കുന്നത് കേരളത്തിൽ സംഘടനാപരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കേരള ഘടകത്തിന്റെ വാദം. ഏതായാലും പാർട്ടി സമ്മേളനം ഇന്ന് ഔദ്യോഗികമായി കൊടികേറുകയാണ്. നടക്കുന്ന 3 ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഒടുവിൽ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലേക്ക് നമുക്ക് ഘടകം നോക്കിക്കാണേണ്ടി വരും. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ രാജാവ് മാറണമെന്ന കേരള ഘടകത്തിന്റെ ഒരാവശ്യം വളരെ ശക്തമായാണ് കേരള ഘടകത്തിന്റെ നിലപാട്. അതുമാത്രമല്ല 100 പ്രതിനിധികളാണ് കേരള ഘടകത്തിൽ നിന്ന് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. അഞ്ജലി, ശരി. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശരത് ലാലാണ്.